ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു എരിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മത്തനും കായും ചെറുപയറും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു എരിശ്ശേരി. അപ്പോൾ ഇവിടെ കുറച്ച് മത്തൻ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കായും അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുപയർ വേണം. ഇവിടെ 1 കപ്പ് ചെറുപയർ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വേണം. ഇത് അരമുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 4 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവൊക്കെ പാകത്തിനെടുത്താൽ മതി. പിന്നെ താളിക്കുന്നതിനായി ഇവിടെ 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ വെള്ളം വേണം. ഉപ്പ് ആവശ്യത്തിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രത്തിൽ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ കായും മത്തനും ആവശ്യത്തിന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്നതിൽ പകുതി തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തനും കായും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ അരച്ച അരപ്പും പകുതി തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നന്നായി തിളച്ച് ഇതിൻ്റെ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താളിക്കാൻ വയ്ക്കാം. അതിനായി അടുപ്പിലൊരു പാത്രം വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചെറുപയർ പരിപ്പിൻ്റെ നിറം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് താളിക്കാം. അപ്പോൾ നമ്മൾ താളിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ എരിശ്ശേരിയാണ്. ഇത് ഞങ്ങൾ കഞ്ഞിക്കൊപ്പമാണ് ഇത് കഴിക്കാറ്.
അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.